Good evening all. Welcome to India's first animated live tuition. Good evening Afan and Shruday. Good evening. Yes, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റുന്നുണ്ടോ? ഇല്ല, അവർക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ. ഓക്കേ. ഇപ്പൊ നോക്കി നോക്കൂ. ഓക്കേ അല്ലേ? Good evening. Yes. Good evening. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് റിവിഷൻ ക്ലാസ് ഒക്കെ തുടങ്ങി. നമ്മുടെ അവസാനത്തെ റിവിഷൻ ക്ലാസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? സോ ഇനി എന്തായാലും പ്രോബബ്ലി നമുക്ക് മാരത്തൺ ആയിരിക്കും നെക്സ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. എന്നാണ് നമ്മുടെ എക്സാം വരുന്നത്? ബയോളജി എക്സാം എന്നാണ് നോക്കിയോ? ഡേറ്റ് എന്നാന്നുള്ളത്? ടൈം ടേബിൾ കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും മാരത്തൺ ആവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ റിവിഷൻ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇന്നത്തെ. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്തു. ഫസ്റ്റ് ടേം ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും. ഇത് ഫസ്റ്റ് ടേമിലത്തെ 2 ചാപ്റ്റർ നമ്മൾ ഇന്ന് നോക്കുന്നത്. അതോടുകൂടെ നമ്മുടെ റിവിഷൻ എന്തായാലും കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ റിവിഷനൊക്കെ എന്തായി? കഴിഞ്ഞോ? നിങ്ങളുടെ ഓൺ റിവിഷൻ ആണ് ചോദിച്ചത്, അതോ നമ്മുടെ ഇവിടുത്തെ റിവിഷന്റെ കൂടെയാണോ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ റിവിഷൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്വന്തമായിട്ട് റിവിഷൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. അത് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സോ എന്തായാലും അത് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ നോക്കുക. ബയോളജി മാത്രം പഠിച്ചാൽ പോരല്ലോ, ബാക്കി സബ്ജക്റ്റ് എല്ലാം പഠിക്കണ്ടേ. അപ്പൊ അതിനുള്ള സമയമൊക്കെ നോക്കി എന്തായാലും റിവിഷനൊക്കെ വേഗം അവസാനിപ്പിക്കുക. നന്നായിട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. അപ്പൊ 14 മാർക്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്കൊരു പരിചയം ഉണ്ടാവണം. അപ്പൊ ഇവിടുന്ന് അയച്ചു തരുന്ന ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കോർ ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. വെറുതെ വായിച്ചു പോവല്ല, അല്ലെങ്കിൽ വെറുതെ കാണാതെ വായിച്ചു നോക്കുകയല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് അത് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന അത്ര ആൻസർ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലാണ് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കോർ ക്വസ്റ്റ്യൻസിൽ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ഒരു പാടുമില്ല. ഇഷ്ടം പോലെ സോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് എക്സാമിന് മുന്നേ പോവാം. അല്ലാതെ ടെക്സ്റ്റ് മാത്രം വെറുതെ കിടന്നിങ്ങനെ വായിച്ചത് കൊണ്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും, പക്ഷെ അത് ഉത്തരമായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രാക്ടീസ് വേണം. ഓക്കെ, സോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയില്ലേ? ലാസ്റ്റ് ഇന്നലെ ഷെയർ ചെയ്ത മെറ്റീരിയൽ ഒക്കെ കിട്ടി. തനുഷ ഇതൊന്നും കിട്ടിയില്ലേ? തനുഷിന് ഹലോ? കിട്ടി. ഓക്കെ, സോ ആ മെറ്റീരിയൽസിലുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽസിൽ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ മെറ്റീരിയൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോർ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് നാളായല്ലോ. മെറ്റീരിയൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അയച്ചു തരുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ഏറ്റവും പുതിയതായിട്ട് വന്ന ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെറ്റീരിയൽ ഉള്ളത്. അപ്പൊ അതൊക്കെ നന്നായി വായിച്ചു നോക്കുക, പഠിക്കുക ഒക്കെ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് പറഞ്ഞ പോലെ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റേഴ്സ്. നമ്മുടെ ഫസ്റ്റ് ടേമിൽ പഠിച്ചു വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ക്രിസ്മസ് എക്സാമിന് ജസ്റ്റ് നമ്മൾ നോക്കി, ഓണം എക്സാമിന് നോക്കി. ഇപ്പോഴാണ് വീണ്ടും നമ്മളത് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്റേഴ്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ എന്താ പറയുക, തേർഡ് ആൻഡ് സെക്കൻഡ് ടേം ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ ഫസ്റ്റ് ടേം ഒന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മേ ബി ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? നമ്മുടെ 2 ലൈഫ് പ്രോസസ്സസ്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറെ ലൈഫ് പ്രോസസ്സുകളെ പറ്റി പഠിച്ചു. ബയോമോളിക്യൂൾസ്, അനാബോളിസം, കാറ്റാബോളിസം അല്ലെ, ഫോട്ടോസിന്തസിസ്, ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ, ഫോട്ടോസിന്തസിസിന്റെ 2 സ്റ്റേജസ്, അങ്ങനെ അതുപോലെ ഗ്ലൂക്കോസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഓഷ്യൻ എക്കോസിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ എല്ലാ ക്ലാസ്സസിലും ചെയ്യുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഫസ്റ്റ് ടേമിന്റെ ടെക്സ്റ്റ് വേണം എടുക്കാൻ. ആരുടെയും കയ്യിൽ ഇല്ലെങ്കിൽ വേഗം എടുത്തിട്ട് വരാം. തനിഷിന്റെ ഉണ്ടോ ഫസ്റ്റ് ടേം ടെക്സ്റ്റ് ബുക്ക്? ഉണ്ടാ, വേഗം എടുത്തിട്ട് വരൂ. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഫസ്റ്റ് ടേം ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വേണം. ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് വേഗം ടെക്സ്റ്റ് റെഫർ ചെയ്ത് കണ്ടുപിടിച്ച് പറയുക. ഓക്കെ, കാണാതെ പറയണ്ട. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിവിഷൻ എത്തിയിട്ടുണ്ടാവായിരിക്കാം, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ, നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഡിഫൈൻ മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ചിലപ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിഫൈൻ അല്ലെങ്കിൽ വാട്ട് ഈസ് മെറ്റബോളിസം എന്ന് ചിലപ്പോൾ ചോദിക്കണം എന്നില്ല.
പക്ഷേ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മെറ്റബോളിസം, ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അതിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ബി പാർട്ട് ഉണ്ട്, എക്സ്പ്ലെയിൻ 2 ടൈപ്സ് ഓഫ് മെറ്റബോളിസം. മെറ്റബോളിസത്തിൽ തന്നെ 2 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, പക്ഷെ അത് ഡയറക്ട്ലി എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ, ഈ 2 ടൈപ്പ് ഓഫ് മെറ്റബോളിസം. ഓക്കെ, അപ്പൊ എന്താണ് മെറ്റബോളിസം? ഡെഫിനിഷൻ ഒന്ന് നോക്കൂ വേഗം, എന്നിട്ട് പറഞ്ഞേ. ആർക്ക് വേണമെങ്കിലും പറയാം, ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ പറയും, നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഞാൻ കണ്ടുപിടിക്കൂ, വാട്ട് ഈസ് മെറ്റബോളിസം. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി പറയാനല്ല പറഞ്ഞത്, നമുക്ക് പഠിക്കാനുള്ളത്. യെസ്, പറയൂ അഫാൻ. ആ യെസ് ഇനിക, ക്യാമറ ഓൺ ചെയ്യൂ, പറഞ്ഞോളൂ അഫാൻ. ഓൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, ഏതൊക്കെ കമ്പോണൻസ് ആയിരിക്കും? ബയോമോളിക്യൂൾസ് അതിനകത്തുണ്ട്. ബയോമോളിക്യൂൾസ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ കെമിക്കൽ കോമ്പൗണ്ടുകളും ഉണ്ട് കേട്ടോ. സോ ഓൾ ലൈഫ് റിയാക്ഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫിൽ നടക്കുന്ന, ശ്രദ്ധിച്ചിരിക്കാട്ടോ, മെറ്റബോളിസം ഡെഫിനിഷൻ അറിയാത്തവരൊക്കെ ഇവിടെ നോക്കുക. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിന്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസ്, അത് ആരുടെയൊക്കെ കോർഡിനേഷനിലൂടെയാണ് നടക്കുന്നത്? ബയോമോളിക്യൂൾസിന്റെയും മറ്റ് കെമിക്കൽ കോമ്പൗണ്ടുകളുടെയും ടുഗെദർ, അവർ ഒരുമിച്ചുള്ള പ്രോസസ്സിന്റെ ഒരു റിസൾട്ട് ആണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, സിംപിളി നമുക്ക് എന്ത് പറയാം, ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ വർക്കിങ്ങും, അതായത് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ എക്സ്ക്രീഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, നമ്മുടെ റെസ്പിറേഷൻ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ സിസ്റ്റംസും നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണെന്ന് പറയാം. അതിൽ എവിടെയെങ്കിലും ഒരു തകരാറോ എവിടെയെങ്കിലും ഒരു ഫെയിലിയറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെറ്റബോളിക്കലി ഡൗൺ ആണെന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് മെറ്റബോളിസം. അപ്പൊ എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ? ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ കിട്ടിയോ എല്ലാവർക്കും? ഇനിക കിട്ടിയോ? തനുഷിന് കിട്ടിയോ? എവിടെയാണ് മെറ്റബോളിസം വരുന്നതെന്നുള്ളത് പേജ് നമ്പർ കിട്ടിയോ? ഒന്ന് പറഞ്ഞേ അഫാന്, ഹൃദയ ആരെങ്കിലും ഒന്ന് പറയൂ, പേജ് നമ്പർ എത്രയാണ്? എത്ര? 9. പേജ് നമ്പർ 9 എടുക്കൂ തനുഷ് ആൻഡ് ഇനിക. അണ്ടർലൈൻ ചെയ്തിട്ടെ എന്താണ് മെറ്റബോളിസം എന്നുള്ളത് പേജ് നമ്പർ 9 ഇനി അതിൽ തന്നെ ബി പാർട്ടാണ് 2 ടൈപ്പ് ഓഫ് മെറ്റബോളിസം. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് മെറ്റബോളിസം? വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാം, വിളിക്കുന്നവർ പറയൂ എന്താണ് 2 ടൈപ്പ് ഓഫ് മെറ്റബോളിസം. പറഞ്ഞ ഇനിക, ഏതാണ് 2 ടൈപ്പ് ഓഫ് മെറ്റബോളിസം? അനാബോളിസം ആൻഡ് കാറ്റബോളിസം. ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ, എന്താണ് അനാബോളിസം ആൻഡ് കാറ്റബോളിസം? Anabolism which combine molecules and catabolism which break down molecules. എന്താണ്? മ്യൂട്ട് ചെയ്തോളൂ. ഇപ്പൊ മെറ്റബോളിസത്തിന് നമ്മൾ 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അനാബോളിസം ആൻഡ് കാറ്റബോളിസം. അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസിന്റെ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് ആയത് ബ്രേക്ക് ആയി ചെറിയ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ അപ്പുറത്ത് ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. ഡിഫറൻഷിയേറ്റ് ചെയ്യാനാ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മാത്രം പോരെ, ജസ്റ്റ് എന്താണ് ഓസ്മോസിസ് ആൻഡ് എന്താണ് ഡിഫ്യൂഷൻ എന്നുള്ളത് നിങ്ങൾ അവിടെ പറയണം. തനുഷേ വേഗം കണ്ടുപിടിച്ച ആൻസർ പറഞ്ഞേ, ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. എല്ലാവരും ആൻസേഴ്സ് വേഗം പഠിച്ചോട്ടോ. നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിരിക്കണ്ട, പഠിച്ചു തീർക്ക. ഈ ക്വസ്റ്റ്യൻ വേഗം തന്നെ പഠിച്ചു തീർക്ക. എന്താണ് ഓസ്മോസിസ്, എന്താണ് ഡിഫ്യൂഷൻ? കണ്ടുപിടിച്ചോ തനുഷ്? തനുഷിനോടാണ് ക്വസ്റ്റ്യൻ, ഞാൻ തനുഷിനെ വെയിറ്റ് ചെയ്യാണ്. വേഗം കണ്ടുപിടിക്കോ.
ടെക്സ്റ്റ് ബുക്ക് നോക്കി പറയാനാണ് പറയുന്നത്, കാണാതെ പറയണ്ട. ബാക്കിയുള്ളവര് പഠിച്ചോട്ടോ, ഇവിടെ ഇരിക്കണ്ട, കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, വേഗം പഠിച്ച് അവസാനിപ്പിക്കുക. കാരണം ഇതിന്റെയൊക്കെ ഡയഗ്രാംസ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഓസ്മോസിന്റെയും ഡിഫ്യൂഷന്റെയും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെയും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെയും ഒക്കെ ഡയഗ്രാംസ് ഉണ്ട്. സോ ഡയഗ്രാം ബേസ് ചെയ്ത് നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്, എന്നാലും പറഞ്ഞതാണ്. ഇപ്പൊ ഡയഗ്രാംസും കൂടെ നോക്കി പഠിക്കണം. യെസ് അനന്തു, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വേഗം ആൻസേഴ്സ് കണ്ടുപിടിച്ചേ അനന്തു. ഫസ്റ്റ് പാർട്ട് എടുത്തോളൂ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എന്തായി തനുഷേ, ഉത്തരം കണ്ടുപിടിച്ചോ? ഏത് ചാപ്റ്റർ ആണ് നോക്കുന്നത്? അതിനകത്ത് ഏത് പേജാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഏത് ടോപ്പിക് വരെ എത്തി? അതാണ് നോക്കാൻ പറഞ്ഞ. ഞാൻ നോക്കാൻ പറഞ്ഞ എന്താ? ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ അല്ലേ? അത് അപ്പൊ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാവില്ലായിരിക്കും. ഇനിയിപ്പോ ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണോ? ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ വയ്യ. നിങ്ങൾ എന്താണ് എഴുതാൻ പോണേ നെക്സ്റ്റ് മന്ത്? എന്താ എഴുതി വെക്കാൻ പോണേ അടുത്ത മാസം? പേജ് നമ്പർ ആരെങ്കിലും പറഞ്ഞേ? ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ 15 എടുത്തേ തനുഷേ. എടുത്തോ? കണ്ടോ അതിനകത്ത്? കണ്ടോ? ഒന്ന് വായിച്ചേ. Osmosis is the movement of water molecules from a region of its higher concentration to a region of its lower concentration through a semi-permeable membrane. അതാണ് ഓസ്മോസിസ്. ഇനി എന്താണ് ഡിഫ്യൂഷൻ? Diffusion is this type of flow of molecules. It does not require energy. Yes. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം? ഓസ്മോസിസ് എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതാണ് നിങ്ങൾ അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഓസ്മോസിസ് ഏത് ടൈപ്പ് മോളിക്യൂൾസിലാണ് നടക്കുക? ഏത് ടൈപ്പ് മോളിക്യൂൾസിലാണ് ഓസ്മോസിസ് നടക്കുള്ളൂ? എല്ലാ ടൈപ്പ് മോളിക്യൂൾസിലും നടക്കുവോ? പിന്നെ ഏത് ടൈപ്പിലാണ് നടക്കുക? അഭിനവിന് എന്താ ക്യാമറ ഓഫ് ചെയ്തിരിക്കണം? അഭിനവ് ബിജു അവിടെ ഇല്ലേ? ഏത് ടൈപ്പ് മോളിക്യൂൾസിലാണ് നടക്കുക ഓസ്മോസിസ്? ഓൺലി ഹാപ്പൻ ഇൻ വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, വാട്ടർ മോളിക്യൂൾസിൽ മാത്രമേ ഓസ്മോസിസ് നടക്കുള്ളൂ. അതേസമയം ഡിഫ്യൂഷൻ അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇന്ന ടൈപ്പ് മോളിക്യൂൾസിൽ മാത്രമേ ഡിഫ്യൂഷൻ നടക്കുള്ളൂ, അങ്ങനെയുണ്ടോ? ഇല്ല. എനി ടൈപ്പ് മോളിക്യൂൾസ്, ഏത് ടൈപ്പ് മോളിക്യൂൾ ആണെങ്കിലും ഡിഫ്യൂഷൻ അവിടെ പോസിബിൾ ആണ്. അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടോ തനുഷേ? ഡിഫ്യൂഷനില് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടോ? ഇല്ല. ജസ്റ്റ് മൂവ് ചെയ്യാണ് ഫ്രം ഹയർ ടു ലോവർ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് ഡിഫ്യൂഷൻ. ഓക്കെ, ഈ ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചോദിക്കാം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ചോദിക്കാം, ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അടുത്തത് the statement related to the phases of photosynthesis are given below. Classify them with a suitable heading. So എല്ലാവരും നോട്ട് എടുത്തതെന്ന് വർക്ക്ഔട്ട് ചെയ്തേ. നോട്ട് ബുക്ക് എടുക്കുക, ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. വേഗം എഴുതിക്കോ, എഴുതിയത് എനിക്ക് കാണണം കേട്ടോ. എല്ലാവരും എഴുതിക്കോ.
ആൻസർ മാത്രം എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ എഴുതണ്ട, അതിന് സമയം കളയാനില്ല. നമുക്ക് വേഗം എഴുതി അവസാനിപ്പിക്കാം കേട്ടോ. 2 മിനിറ്റ്. എന്തായി, എഴുതി കഴിഞ്ഞോ? വേഗം എഴുതൂ. ഓക്കെ, എങ്ങനെയാണ് ആൻസർ വരാ? ഏതാണ് സ്യൂട്ടബിൾ ഹെഡിങ്സ്? ഏതൊക്കെയാ അഭിനവേ? സ്യൂട്ടബിൾ ഹെഡിങ്സ് ഏതായിരിക്കും വരാ? പിന്നെ യെസ്, ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. അപ്പൊ ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് ഏതായിരിക്കും? ലൈറ്റ് ഫേസ് ആണോ ഡാർക്ക് ഫേസ് ആണോ? ലൈറ്റ് ഫേസ്. ലൈറ്റ് ഫേസിൽ ലൈറ്റ് വേണോ? ലൈറ്റ് ഫേസിന് ലൈറ്റ് വേണ്ടേ? വേണ്ടേ? വേണ്ട. പിന്നെ എന്തിനാ ലൈറ്റ് ഫേസ് എന്ന് പേരിട്ടിരിക്കണേ? ആ, ഞാൻ ചോദിച്ചത് ഇതല്ല. ഞാൻ ചോദിച്ചത് ലൈറ്റ് ഫേസിന് ലൈറ്റ് വേണോന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. വേണം. ഇതപ്പോ ആരെ പറ്റിയിട്ടാ? ഡാർക്ക് ഫേസിനെ പറ്റിയിട്ടാണ്. ലൈറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ഡാർക്ക് ഫേസിൽ ലൈറ്റ് വേണ്ട. ഇനി സ്ട്രോമയിൽ വെച്ച് നടക്കുന്ന പ്രോസസ് ഏതാ? സ്ട്രോമയിൽ വെച്ചിട്ട് ഡാർക്ക് ഫേസ് ആണ് നടക്കുക. ഇനി ധനുഷേ പറഞ്ഞേ, ലൈറ്റ് ഈസ് റിക്വയർഡ്. ആർക്കാണ് ലൈറ്റ് ആവശ്യമുള്ളത്? ലൈറ്റ് ഫേസിനാ. മ്യൂട്ട് ചെയ്തോ മോനെ അഭിനവേ. Then energy in ATP is used to combine hydrogen and carbon dioxide to produce glucose. പറഞ്ഞേ ഹൃദയ്, അത് ഏത് ഫേസിലാ നടക്കണേ? Dark phase. Then light energy is converted to chemical energy and ATP. അനന്തു പറഞ്ഞേ, ഏത് ഫേസിലാണ് ATP ഉണ്ടാവുന്നത്? ഡാർക്ക് ഫേസ്. ഓക്കെ, സോ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്യൂട്ടബിൾ ഹെഡിങ് ഒക്കെ കൊടുത്ത് ടേബിൾ ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗീവ് റീസൺ. ഇപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, വായിക്കാം. ഗ്ലൂക്കോസ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. ശരിയാണോ? ഗ്ലൂക്കോസ് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, സ്റ്റാർച്ച് സോലുബിൾ ആണെന്നാണ് പറയുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ ഇത്? ആണോ അഭിനവേ? ഭയങ്കര തലയാട്ടലാണല്ലോ. ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല, തെറ്റാണ് അല്ലേ? ഓക്കെ. Then both glucose and starch are insoluble in water. അത് ശരിയാണോ? അതും ശരിയാണോ അഭിനവേ? നീ പറഞ്ഞേ, ഗ്ലൂക്കോസ് വാട്ടറിൽ അലിഞ്ഞു പോകോ അലിഞ്ഞു പോവില്ലേ? ഇതിന് ആൻസർ പറഞ്ഞേ. ഗ്ലൂക്കോസ് വാട്ടറിൽ സോലുബിൾ ആണോ? അലിഞ്ഞു പോവോ വെള്ളത്തില്?
വെള്ളത്തിൽ അലിഞ്ഞു പോകും. പോവും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടും ഇൻസോലുബിൾ എന്നാണ് പറയണത്. അപ്പൊ ശരിയാണോ ആ സ്റ്റേറ്റ്മെന്റ്? അല്ല. അല്ല. അപ്പൊ അത് തെറ്റി. ഇനി ഗ്ലൂക്കോസ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ശരിയാണോ? പറഞ്ഞേ നിക. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ? ശരിയല്ല. അല്ല. അതൊന്ന് കറക്റ്റ് ചെയ്തേ. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കറക്റ്റ് ചെയ്തേ എന്നാ. ഗ്ലൂക്കോസ് അലിഞ്ഞു പോകോ? സോലുബിൾ ആണോ? ഇനിക. ശരിയാണ് സർ. ബോത്ത് ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് ആർ സോലുബിൾ ഇൻ വാട്ടർ. തെറ്റാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? ഗ്ലൂക്കോസ് പൊടി വായിൽ വെക്കുമ്പോഴേക്കും അത് സലൈവയായിട്ട് മിക്സ് ആയി പെട്ടെന്ന് അത് അലിഞ്ഞു പോകും. ഗ്ലൂക്കോസ് ഹൈലി വാട്ടർ സോലുബിൾ ആണ്. അപ്പൊ പ്ലാന്റ്സിന് ഒരിക്കലും അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് അതായത് പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് നമ്മൾ പറയുന്നത് കേൾക്കാം. എന്താണ് അവരുണ്ടാക്കുന്ന ഈ ഫുഡ്? അവരുണ്ടാക്കുന്ന ഗ്ലൂക്കോസിനെയാണ് അവരുണ്ടാക്കുന്നത്. അതാണ് അവരുടെ ഭക്ഷണം. അവരാ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് അത് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാറില്ല. കാരണം എന്താ? ഗ്ലൂക്കോസ് പെട്ടെന്ന് വെള്ളം ടച്ച് ചെയ്യുമ്പോഴേക്കും അത് അലിഞ്ഞു പോവുകയാണ്, സോലുബിൾ ആയി പോവാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ പ്ലാന്റ്സ് എന്താ ചെയ്യുക? ഈ പറയുന്ന ഗ്ലൂക്കോസിനെ വേറെ പല കോമ്പൗണ്ടുകളായി കൺവേർട്ട് ചെയ്തിട്ടാണ് സൂക്ഷിച്ചു വെക്കുക അവരുടെ ബോഡിയിൽ. അതിലൊന്നാണ് ഈ സ്റ്റാർച്ച്. തനുഷേ, സ്റ്റാർച്ച് ആയിട്ട് മാത്രമല്ല പ്ലാന്റ്സ് ഫാറ്റ് ആയിട്ടും ഓയിലായിട്ടും പ്രോട്ടീൻ ആയിട്ടും ഒക്കെ അവരുടെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇനി the diagrams of Rio leaf cells which are placed in concentrated salt solution and pure water are given below. Observe them and answer the question. A and B രണ്ട് ഇമേജസ് ആണ്. സെൽ പ്ലേസ്ഡ് ഇൻ എ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ. ഏതിലാണ്? കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷനിലാണ് നമ്മൾ ഒരു സെല്ല് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഏതാണ് ഇമേജിൽ? എ ആണോ ബി ആണോ? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ യുവർ ആൻസർ. ബി ആണ് ആൻസർ വരിക. കാരണം എന്താണ്? അവിടെയാണ് സോൾട്ട് സൊല്യൂഷൻ ഉള്ളത്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുതൽ ആർക്കാണ്? സോൾട്ടിനാണ്. സോ വാട്ടർ അവിടെ നിന്ന് എക്സിറ്റ് ആവാണ് ബൈ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റെസ്പോൺസിബിൾ ഓസ്മോസിസ് എന്താണെന്ന് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടു. പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഹൗ ഡസ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ്? പ്ലാസ്മ മെംബ്രെയിൻ എന്താണ് ശരിക്കും ചെയ്യുന്നത് സെല്ലുകളിൽ? അറിഞ്ഞേ, പ്ലാസ്മ മെംബ്രെയിൻ എന്താണ് സെല്ലുകളിൽ ചെയ്യുന്നത്? എന്തിനാണ് പ്ലാസ്മ മെംബ്രെയിൻ പ്രസന്റ് ആയിരിക്കുന്നത് ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ ഉണ്ടോ പ്ലാസ്മ മെംബ്രെയിൻ? ഉണ്ടോ? ഇല്ല അല്ലേ? നീ അഭിനവ് വിചാരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആൻസർ പറയും. അതായിരിക്കും ശരി. പ്ലാസ്മ മെംബ്രെയിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ട്. അതിനെ നമ്മൾ സെൽ മെംബ്രെയിൻ എന്നും കൂടെ പറയും. കേട്ടാ? എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ ചെയ്യുക? നമ്മുടെ ബോഡിയിലേക്ക് കടത്തി വിടേണ്ട മോളിക്യൂൾസിനെ, സബ്സ്റ്റൻസിനെ കറക്റ്റ് ആയിട്ട് കടത്തി വിടുന്ന ആളാണ് പ്ലാസ്മ മെംബ്രെയിൻ. അല്ലെങ്കിൽ ഇത് കൂടി പോകുന്ന പാത്തജൻസോ മൈക്രോ ഓർഗാനിസംസോ ഏതൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് അതൊക്കെ നമ്മുടെ അകത്ത് കയറും. അങ്ങനെയൊന്നും ചെയ്യാതെ ലൈക്ക് എ സെക്യൂരിറ്റിയുടെ പോലെ നിന്ന് ആവശ്യമായവരെ മാത്രം അകത്തേക്കും പുറത്തേക്കും ഒക്കെ കടത്തി വിടുന്ന ആളാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതാണ് അതിന്റെ ഫങ്ഷൻ. ഓക്കെ, ഇനി നോക്കൂ. All life signs are manifested by constructive and destructive processes taking place inside the cell. Explain this statement with the help of example. ഇവിടെ പറയുന്ന കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ് ഏതൊക്കെയാ? അമീൻ ക്ലാസ്സിലുണ്ടോ? ഏതൊക്കെയാണ് ഇവിടെ പറയുന്ന കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കുറച്ചു മുന്നേ. അതിന്റെ തന്നെ വേറെ പേരാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പ്രോസസ് ഒക്കെ സെയിം തന്നെ. ഈ വേർഡ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ടു എന്ന് വരില്ല, പക്ഷെ എക്സാമിന് ചോദ്യം വന്നിട്ടുള്ള ഒരു ടേം ആണിത്. അനാബോളിസം കാറ്റാബോളിസം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതിനെ തന്നെയാണ് ഈ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ പിന്നെന്താ പറയാ അത്ര ബുദ്ധിമുട്ട്?
അനാബോളിസം ആണ് കൺസ്ട്രക്ഷൻ, കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് പുതിയതായിട്ട് ഉണ്ടാവുന്നു. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളതിനെ ചെറുതാക്കുക, ബ്രേക്ക് ചെയ്ത് സ്മോൾ ആക്കുക. സോ ദാറ്റ് ഈസ് കാറ്റാബോളിസം. അപ്പൊ അത് എക്സാമ്പിൾ വെച്ച് പറയാനാണ് പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾ പഠിക്കാം. ഇനി അടുത്തത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സബ് ടോപ്പിക്സ് ഫോർ എ സെമിനാർ ബേസ്ഡ് ഓൺ ദി ടോപ്പിക് പ്ലാന്റ്സ് ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ശരിക്കും നിങ്ങളുടെ സിലബസ് മാറുന്നതിന് മുന്നേ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ ആയിരുന്നത് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. അതിവിടെ ഒരു സെമിനാർ ടോപ്പിക് ആയിട്ട് കൊടുത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഹിന്റ് കൊടുത്തിട്ടുണ്ട്, എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതാം. പ്ലാന്റ്സിനെ കൊണ്ട് എന്തൊക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മൾ അവരെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡ്, ഫുഡായിട്ട് ഉപയോഗിക്കുന്നു, മെഡിസിനൽ ഫീൽഡ്, എസ്തെറ്റിക്, ഓർണമെന്റൽ, ഒരുപാട് ആവശ്യങ്ങൾ അവരെ കൊണ്ട് നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് എക്കണോമിക്കലി ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ അവിടെ എഴുതാം. ഇക്കോളജിക്കൽ സർവീസസ് ഓഫ് മാംഗ്രൂവ്സ്. മാംഗ്രൂവ്സിന്റെ പ്രത്യേകത എന്താ? കണ്ടൽ കാടുകള്. അത് ഹൈലി ബയോഡൈവേഴ്സിറ്റി ആണ് ഈ മാംഗ്രൂവ്സിൽ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷ്, ഇൻസെക്റ്റുകള്, ബേർഡ്സ്, ചെറിയ മൈക്രോ ഓർഗാനിസംസ്, അതൊക്കെ ഈ മാംഗ്രൂവ്സിൽ കാണാൻ പറ്റും. അതേപോലെ സുനാമീനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ മാംഗ്രൂവ്സിന് കഴിയുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റിനുണ്ട്, ആ പോയിന്റ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് കേട്ടോ. അതേപോലെ ഓഷ്യൻ എക്കോസിസ്റ്റം, പ്രൊഡ്യൂസേഴ്സിൽ വരുന്ന ഓഷ്യൻ എക്കോസിസ്റ്റം. എന്തുകൊണ്ടാണ് ഓഷ്യൻ എക്കോസിസ്റ്റം പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണേ? അതിന്റെ കാരണം എന്താ? ഓഷ്യൻ എക്കോസിസ്റ്റത്തിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ആരാ പ്രൊഡ്യൂസർ നമ്മുടെ ഈ ലോകത്ത്? പ്രൊഡ്യൂസേഴ്സ് ആരാ? ആരാണ് പ്രൊഡ്യൂസേഴ്സ്? നമ്മളാണോ പ്രൊഡ്യൂസേഴ്സ്? എനർജി ഉണ്ടാക്കുന്നതും എല്ലാം ആരാണ് ഈ ലോകത്ത് സ്വന്തമായി എനർജി ഉണ്ടാക്കാൻ കഴിവുള്ളവര്? അൺമ്യൂട്ട് ചെയ്ത് പറയണ ഇനിക. വാട്ടർ എവിടെ എനർജി ഉണ്ടാക്കുന്നത് പറഞ്ഞു തന്നെ. ഫോർ എക്സാമ്പിൾ ഓക്സിജനാ സ്വന്തമായിട്ട് എനർജി ഉണ്ടാക്കുന്ന ഓക്സിജൻ. ഇത് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ? ഇത്രയും കാലം ബയോളജി പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ ആരാണ് ഈ ലോകത്ത് സ്വന്തമായിട്ട് എനർജി ഉണ്ടാക്കാൻ കഴിവുള്ളവർ? നല്ല കാര്യം, ഭയങ്കര സക്സസ്ഫുൾ ആയി നിങ്ങളുടെ പഠനം. ദാറ്റ് ഈസ് പ്ലാന്റ്സ്. ആരാണ് ഓട്ടോട്രോപ്സ്? ആർക്കാണ് സ്വന്തമായി ഫുഡ്? പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാമോ? ആ, സൺലൈറ്റ് വേണം, വാട്ടർ വേണം. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് സ്വന്തമായ എനർജി ATP ഉണ്ടാക്കാൻ കഴിവുള്ളത് പ്ലാന്റ്സിന് മാത്രമാണ്. അവരെന്താ ഉണ്ടാക്കുന്ന എനർജി? ATP റിലീസ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചില്ലേ ഡാർക്ക് ഫേസില്? ആ റിലീസ് ചെയ്യുന്ന ATP ഇവരാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഇവരുണ്ടാക്കുന്ന ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്നതിലൂടെയാണ് ആ എനർജി നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും സ്വന്തമായി ATP ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഇവരുണ്ടാക്കി വെച്ച സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നു, അതിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഇല്ല, ജീവിക്കില്ല. പ്ലാന്റ്സ് അല്ല ഓക്സിജൻ ഉണ്ടാക്കുന്നത്. ഓക്സിജൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? മനുഷ്യന്മാർക്കല്ല, ഏത് അനിമൽസിനാണ് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത്? ഇപ്പൊ പ്ലാന്റ്സ് വേണം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. പ്ലാന്റ്സ് ആണ് എനർജി ഉണ്ടാക്കുന്നത്, അവരാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. കാരണം ഫോട്ടോസിന്തസിസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ ഓക്സിജൻ, ഗ്ലൂക്കോസ് എന്നൊക്കെ പറയണത്. അതില്ലാതെ ഒരു അനിമൽസിനോ ആർക്കും തന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഓഷ്യൻ, ഞാൻ ചോദിച്ച ചോദ്യം വേറെ ആയിരുന്നു. ഓഷ്യൻ എക്കോസിസ്റ്റത്തിന് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഓഷ്യൻ എക്കോസിസ്റ്റത്തിലാണ് നമുക്ക് ആൽഗേസിനെ കാണാൻ പറ്റുക. ആൽഗെ, പായൽ കണ്ടിട്ടുണ്ടോ? പായല്. ഈ ആൽഗേസ് ഏകദേശം 70% to 80% CO2 ഫിക്സേഷൻ ചെയ്യുന്നവരാ. അതായത് ഫോട്ടോസിന്തസിസ് ഹൈലി ചെയ്യുന്ന ആൾക്കാരാണ് ആൽഗേസ്. അപ്പൊ അവര് കാണുന്നത് ഓഷ്യനിലായതുകൊണ്ട്, ഓഷ്യൻ എക്കോസിസ്റ്റത്തിലാണ് അവരെ കാണുന്നത് കൊണ്ട് നമ്മൾ അവരെ, ഓഷ്യനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ഇത് നിങ്ങൾ പഠിക്കേണ്ട ഏതാണ്? ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പഠിക്കണം. എന്നാലാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് അത് ഫോക്കസ് ചെയ്യുക.
ഇനി എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് ചോദിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോമോളിക്യൂൾ. എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മെറ്റബോളിസം ഡിസ്കസ് ചെയ്തില്ലേ, അതേപോലെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് ബയോമോളിക്യൂൾ. വേഗം കണ്ടുപിടിച്ചോ, ടെക്സ്റ്റിനകത്തുണ്ട് ആൻസർ. എന്താണ് ബയോമോളിക്യൂൾസ്? Carbohydrate, protein, lipid, and nucleic acid are the basic building blocks of life. These are known as biomolecules. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ലൈക്ക് ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, ഫോസ്ഫറസ്, അങ്ങനെ ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസിലൂടെ ഉണ്ടാവുന്നതാണ് ബയോമോളിക്യൂൾസ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ പറഞ്ഞത് ഈ പറയുന്ന ബയോമോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇത് നോക്കിയിട്ട് പറഞ്ഞേ, processes of photosynthesis are given below. Analyze and choose the correct answer from the following. ഇത് നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്ത് പറയണ്ട, കമന്റ് ബോക്സിനകത്ത് ഇട്ടാൽ മതി കേട്ടോ. വേഗം ആൻസർ കണ്ടുപിടിച്ച് കമന്റ് ചെയ്തേ. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് വായിക്കുക, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് കമന്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഡ്യൂറിംഗ് ഡാർക്ക് ഫേസ് വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഡ്യൂറിംഗ് ലൈറ്റ് ഫേസ് ഓക്സിജൻ ഈസ് എക്സ്പെൽഡ്. During dark phase, glucose is formed by combining hydrogen and carbon dioxide. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? കമന്റ് ബോക്സിനകത്ത് ഇടുക കേട്ടോ, വേഗം ഇട്ടോളൂ. ഹൃദയ ഇനിക ഇട്ടു, ബാക്കിയുള്ളവർ വേഗം ഇട്ടോ. എല്ലാവരും കമന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുള്ളൂ കേട്ടോ. യെസ് അഭിനവ്. ഇനി ആരാ ബാക്കി? അനന്തു, പിന്നെ ആരാ? തനുഷ്, അഫാൻ. നിങ്ങൾ 3 പേരും ബാലൻസ് ഉണ്ട്, വേഗം ഇട്ടോളൂ, കമന്റ് ചെയ്തോ. ആണോ അഫാനെ? ഒന്നുകൂടെ ചെക്ക് ചെയ്യൂ. ആ എവിടെ തനുഷേ കമന്റ്? ആ ലെറ്റർ മാത്രം ഇട്ടാൽ മതി ഓപ്ഷന്റെ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആ ലെറ്റർ മാത്രം മതി, വേറെ ഒന്നും കമന്റ് ചെയ്യണ്ട. ആണോ തനുഷ? ഒന്ന് വേഗം നോക്കിയേ, ടെക്സ്റ്റ് നോക്കിയേ. ഡ്യൂറിംഗ് ഡാർക്ക് ഫേസ് വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഡാർക്ക് ഫേസിലാണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചിരിക്കണേ? ആണോ? അല്ല, ലൈറ്റ് ഫേസിലാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ, ഡ്യൂറിംഗ് ലൈറ്റ് ഫേസ് ഓക്സിജൻ എക്സ്പെൽഡ്, ശരിയാണ്. ഡ്യൂറിംഗ് ഡാർക്ക് ഫേസ് ഗ്ലൂക്കോസ് ഈസ് ഫോംഡ്, അതും ശരിയാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരാ? ഓപ്ഷൻ ബി ആണ് വരാ. മനസ്സിലായോ തനുഷേ? ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിക്കാട്ടോ. ഇനി അനലൈസ് ദ ചൈൽഡ് ഡൗട്ട് ആൻഡ് റൈറ്റ് എ റെസ്പോൺസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. Protein, sucrose, fructose, etc. are not formed through photosynthesis. Yet these all are found in plants. How? വേഗം ആൻസർ മനസ്സിൽ വെച്ചോളൂ, ഞാൻ വിളിക്കുന്നവർ പറഞ്ഞാൽ മതി. ഇത് എക്സാക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ടെക്സ്റ്റ് ഇല്ല, അപ്പൊ ടെക്സ്റ്റ് തപ്പിയിട്ട് കാര്യമില്ല. പക്ഷെ ഇത് എന്താ കോൺസെപ്റ്റ് എന്നുള്ളത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സില് ഫോട്ടോസിന്തസിസിലൂടെ പ്രോട്ടീനോ സൂക്രോസോ ഫ്രക്ടോസോ ഒന്നും ഫോം ചെയ്യുന്നില്ല. ഫോട്ടോസിന്തസിസിലൂടെ ഫോം ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്ക് പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാണാൻ പറ്റണേ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അനന്തു നമുക്ക് ഇവരെയൊക്കെ പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്ന ഈ പറയുന്നവരൊക്കെ?
എന്താണ് റീസൺ? photosynthesis. എങ്ങനെ വേണേ പറഞ്ഞോ, നോ പ്രോബ്ലം. പറഞ്ഞോ. Photosynthesis, productive glucose used by plants formed sources and fructose. പ്ലാന്റ്സ് ഫോം ചെയ്യുന്നതാണോ? അല്ല, പ്ലാന്റ്സ് കൺവേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഫോമിങ്, ഇറ്റ്സ് അബ്സല്യൂട്ട് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻടു പ്രോട്ടീൻ, സൂക്രോസ്, ഫ്രക്ടോസ് ആൻഡ് അതർ കമ്പോണൻസ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അവരെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? എന്താണ് അതിന്റെ റീസൺ? Plants absorb nitrogen, absorbing protein synthesis when plants absorb nitrogen. No, ഞാൻ ചോദിച്ചത് അതേ അല്ല. Why glucose is converted into other components like protein, sucrose and fructose? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് അവിടെ കൺവേർഷൻ നടന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്താൽ പോരെ പ്ലാന്റ്സിന്? എന്തിനാണ് അവിടെ ഒരു കൺവേർഷൻ? അതിന്റെ റീസൺ ആണ് ഞാൻ ചോദിച്ചത്. എന്തിനാ കൺവേർട്ട് ചെയ്യണേ? ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടല്ലേ ഗ്ലൂക്കോസിന് ഉണ്ടാക്കിയത് അല്ലേ? എന്തൊക്കെയാണ് എന്ത് പറയുന്നത്? എന്തൊക്കെയോ സെന്റൻസ് പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദി കറക്റ്റ് ആൻസർ. ഞാൻ ചോദിച്ചത് വൈ ദിസ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അതർ കമ്പോണൻസ്, എന്താണ് അതിന്റെ റീസൺ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ വേറെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. എന്താണ് റീസൺ ഇനിക? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഇനിക പറയൂ. പറഞ്ഞോളൂ. ആൻസർ പറയൂ. എത്ര നേരം വേണം ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ? ഇത്ര നേരം അവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കായിരുന്നോ? വർത്താനം പറഞ്ഞിരിക്കായിരുന്നോ? ഞാൻ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും അവിടെ റെസ്റ്റ് ചെയ്യണ്ട കേട്ടോ. റെസ്റ്റ് ചെയ്യല്ല വേണ്ടത്. പിന്നെയും നിങ്ങൾക്ക് പഠിക്കാൻ ക്വസ്റ്റ്യൻസ് ഇല്ലേ? അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇരിക്കണം എല്ലാവരും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, റെസ്റ്റ് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. അവിടെ വർത്താനമാണ് മെയിൻ. പറഞ്ഞോ അഭിനവേ, എന്തിനാണ് കൺവേർട്ട് ചെയ്യണ ഗ്ലൂക്കോസിനെ? ഓ, എങ്ങനെ വേണേലും പറഞ്ഞോ. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്ന ഈ വെള്ളത്തിൽ അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാർച്ച് പ്രോട്ടീൻ ആയിട്ട് മാറ്റുന്നത്. ആ യെസ്, ഇതല്ലേ കുറച്ചു മുന്നേ നിങ്ങളോട് പറഞ്ഞ ഇനിക ആൻഡ് അനന്തു. നിങ്ങൾ ആരും ഇത് കേട്ടില്ലേ ഗ്ലൂക്കോസിന്റെ കാര്യം? അന്നേരം ഞാൻ മനസ്സിലാക്കുന്നത്. ആ, എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യണേ? ബിക്കോസ് അത് പെട്ടെന്ന് വെള്ളത്തിൽ സോലിബിൾ ആവും. അല്ലാതെ നൈട്രജൻ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ് അവിടെ നടക്കുന്നതുകൊണ്ടോ അല്ല അതിന്റെ റീസൺ. കേട്ടോ അനന്തു? ആ, ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഡിഫ്യൂഷൻ ആയിക്കോട്ടെ, ഫെസിലിറ്റേറ്റഡ് ആയിക്കോട്ടെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം ഡയഗ്രാം ബേസ് ചെയ്ത് നമ്മളോട് ചോദിക്കും. ഡയഗ്രാം അറിയണം. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോറോപ്ലാസ്റ്റിൽ ആരൊക്കെയുണ്ട്? ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഗ്രാന, തൈലക്കോയിഡ്സ്, സ്ട്രോമ, സ്ട്രോമ ലാമെല്ലെ, ഇത്രയും ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ക്ലോറോപ്ലാസ്റ്റ്. സ്ട്രക്ചർ ലേബൽ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും റീഡ്രോയും ഒക്കെ വരാറുണ്ട്. പഠിക്കാം. സോ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഏതാണ്? ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ എടുത്തോട്ടോ ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേഗം വേഗം ആൻസർ പറഞ്ഞേ. വേഗം കമന്റ് ചെയ്താൽ മതി. വേഗം വേഗം ആൻസേഴ്സ് കമന്റ് ചെയ്തേ.
Find the odd one and write the common features of the others. Palate, crown, neck, root. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഓഡ് വൺ ഏതാണെന്നും പറയണം, മറ്റുള്ളതിന്റെ കോമൺ ഫീച്ചേഴ്സും പറയണം കേട്ടോ. കമന്റ് ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ചിലര് മാത്രം പറയും, ചിലർ അവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ അത് വേണ്ട, എല്ലാവരും ആൻസർ വേഗം കണ്ടുപിടിച്ച് കമന്റ് ചെയ്തോ. ആണോ ഇനിക? അല്ല. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളതിന്റെ കോമൺ ഫീച്ചർ എന്താ? അതും ഉണ്ട് ചോദ്യത്തില്. അല്ല അഭിനവേ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളതിന്റെ കോമൺ ഫീച്ചേഴ്സ് എന്താ? അത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അപ്പൊ മനസ്സിലാവും. നിങ്ങൾ കറക്റ്റ് ആൻസർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മറ്റുള്ളതിന്റെ കോമൺ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് അല്ല ഉത്തരമെങ്കിൽ മറ്റുള്ളതുമായ കോമൺ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടില്ല, കാരണം അവർ തമ്മിൽ കോമൺ ഫീച്ചർ ഇല്ല. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? നോ ഇനിക. യെസ് തനുഷ്, കറക്റ്റ് ആണ്. അനന്തു ആൻഡ് ഹൃദയ്, നിങ്ങളുടെ ആരുടെയും കമന്റ് വന്നില്ലല്ലോ. അഫാൻ 224 യെസ്. ഏതാണ് ഇതിനകത്തുള്ള? ഇതാണ് ഓഡ് വൺ. പാലറ്റ് ആണ് ഓഡ് വൺ. ബാക്കിയുള്ളവരുടെ കോമൺ ഫീച്ചർ എന്താ? ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ പല്ലിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് ആണ്. ടീത്തിന്റെ എക്സ്റ്റേണൽ, ഇന്റേണൽ അല്ല, എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് ആണ്. ക്രൗണ്, നെക്ക്, റൂട്ട് എന്നൊക്കെ പറയണേ. ഇനി അടുത്തത്, സെലക്ട് ദോസ് സീൻ ഓൺലി ഇൻ സൈലം ഫ്രം ബിലോ. സൈലത്തിനകത്ത് കാണുന്നതിനെ മാത്രം സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഒരെണ്ണാവാം, ചിലപ്പോൾ രണ്ടെണ്ണാവാം. ഓപ്ഷൻ കൊടുത്തിരിക്കണം: കമ്പാനിയൻ സെൽ, ട്രക്കീഡ്, സീവി ട്യൂബ്, വെസൽ. ഇതിൽ ആരൊക്കെയാണ് സൈലത്തിൽ മാത്രം കാണുന്നത്? കമന്റ് ചെയ്തോളൂ കേട്ടോ, വേഗം കമന്റ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേഗം ആൻസർ കമന്റ് ചെയ്തേ. അമീന് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ടീച്ചർക്ക് അറിയില്ല കേട്ടോ. ഒരു റെസ്പോൺസും ഇല്ലാണ്ടാണ് അമീൻ ഇരിക്കുന്നത്. എല്ലാ ക്ലാസ്സസിലും ഇങ്ങനെ തന്നെയാണ്. കറക്റ്റ് ആണ് ഹൃദയ്. ബാക്കിയുള്ളവർ വേഗം കമന്റ് ചെയ്തേ. ഇത്ര പണിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് 2 വേർഡ് കമന്റ് ചെയ്യാൻ, 2 1 വേർഡ് കമന്റ് ചെയ്യാനാണ് ഇത്ര സമയം. യെസ് അഫാൻ, കറക്റ്റ് ആണ്. സൈലത്തിൽ മാത്രം കാണുന്നു അല്ലേ നിക? അത് വേഗം നോക്കിയ ടെക്സ്റ്റ് ബുക്ക്. സൈലത്തിൽ കാണുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ട്രക്കീഡ് ആൻഡ് വെസൽ. സൈലത്തിൽ മാത്രം കാണുന്ന കമ്പോണന്റ് ആണ് നിങ്ങളോട് ചോദിച്ചത്. കമ്പാനിയൻ സെൽ ആൻഡ് സീവി ട്യൂബ് എവിടെ കാണുന്നതാ? ഫ്ലോയത്തിൽ മാത്രം കാണുന്നത്. അപ്പൊ സൈലം, ഫ്ലോയം, കമ്പോണൻസ് പഠിക്കുക, ഫങ്ഷൻസ് പഠിക്കുക. എന്താ അഭിനവേ? ആ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്ത് കേട്ടോ. ഇനി തേർഡ് വൺ, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ദ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ പ്രസന്റ് ഇൻ ദി ഹാർട്ട്. ഹാർട്ടിന്റെ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഏതാ? ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഏതാണ്? യെസ് അഫാൻ, അഭിനവ്. പെരികാർഡിയം. ഇതൊന്നും മറന്നു പോവരുത് കേട്ടോ, പെരികാർഡിയം. ഇനി വീണ്ടും ഒരു ഓഡ് വൺ, ഓഡ് ടേം കണ്ടുപിടിക്കാം. മെൻഷൻ ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളതിന്റെ കോമൺ ഫീച്ചറും നിങ്ങൾ പറയണം കേട്ടോ. ഓഡ് വൺ കണ്ടുപിടിക്കണം, കോമൺ ഫീച്ചറും പറയണം. ഓഡ് വൺ എന്താണ് വരുന്നത്? ആൽബുമിൻ, ഹീമോഗ്ലോബിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഏതായിരിക്കും ഓഡ് വൺ? ഇവിടത്തെ ഏതായിരിക്കും ഓഡ് വൺ? ഹീമോഗ്ലോബിൻ ആണ് ഓഡ് വൺ. ബാക്കിയുള്ളതെല്ലാം തന്നെ എന്താ? പ്രോട്ടീൻസ് ആണ്, പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് കേട്ടോ. ഇനിക പ്ലാസ്മ പ്രോട്ടീൻസ് പഠിക്കാം. അത് ബാക്കിയുള്ളവരുടെ കോമൺ ഫീച്ചർ അതാണ്. ഇനി അടുത്തത് നോക്കൂ. കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചേംബേഴ്സ് ഈസ് ഡാഷ്. ഹാർട്ട് ചേംബേഴ്സിന്റെ കൺട്രാക്ഷനെ നമ്മൾ എന്താ പറയാ? ഡയസ്റ്റോളിക് പ്രഷർ ആണോ, പൾസ് ആണോ, പെരിസ്റ്റാൾസിസ് ആണോ, സിസ്റ്റോളിക് പ്രഷർ ആണോ? എന്താണ് പറയാ? ഹാർട്ട് ചേംബേഴ്സ് കൺട്രാക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ആ ഒരു ടേം എന്താണ്?
എന്താ വിളിക്കുക? ആണോ അഭിനവേ? അല്ല. യെസ്, അനന്തു കറക്റ്റ് ആണ്. സിസ്റ്റോളിക് പ്രഷർ എന്നാണ് പറയാ. അതായത് ഹാർട്ട് നമുക്കറിയാം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുന്ന ആളാണ്. ആ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ വാൾസിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഹാർട്ട് റിലാക്സ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക്. ഇനി പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വേവ് ലൈക്ക് മൂവ്മെന്റ്. നമ്മൾ പഠിക്കുന്നതാ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിലൂടെ ഇറങ്ങി പോകുന്നത് വേവ് ലൈക്ക് മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ 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 അല്ലേ? അതാണ് പെരിസ്റ്റാൾസിസ്. ഇനി പൾസ് എന്താ? പൾസ് നമ്മുടെ ഹാർട്ട് റിതമെറ്റിക്കലി ബീറ്റ് ചെയ്യുന്ന സമയത്ത് അനുഭവപ്പെടുന്ന മൂവ്മെന്റിനെയാണ് പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, 4 ടേംസും പഠിക്കണം കേട്ടോ. ഇനി ഇത് നോക്കിക്കേ. ദ റിസൾട്ട് ഓഫ് ദ ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് ഗിവൺ ബിലോ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. 160/100 mmHg ആണ് ഒരാളുടെ ബ്ലഡ് പ്രഷർ. ഇതിനകത്ത് 160 എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 100 എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നിങ്ങൾ പറഞ്ഞേ, ഇയാളുടെ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് പറഞ്ഞത് നോർമൽ ആണോ, കൂടുതലാണോ, കുറവാണോ, എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ? തൻഷേ, നോർമൽ ബ്ലഡ് പ്രഷർ ആണോ ഇത്? അല്ല. പിന്നെ കൂടുതലാണോ, കുറവാണോ? കൂടുതലാണ്. കൂടുതലാണ്. അപ്പൊ നോർമൽ എത്രയാണ്? നോർമൽ അല്ലെങ്കിൽ ഐഡിയൽ ബ്ലഡ് പ്രഷർ BP എത്രയാണ് നോർമലി വേണ്ടത് എല്ലാവർക്കും? നോർമലി 100. 100ആ? രണ്ടും 100ആ? 100/100 ആണോ? ആ ടെക്സ്റ്റ് ഒന്ന് നോക്കിയ തനുഷായി ചോദിക്കുന്നത് നിന്റെ അടുത്തല്ലേ? അത് ചെയ്യില്ല, എന്നാലും ഗസ് ചെയ്തോണ്ടിരിക്കുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ പറയുന്നത് അത് കണ്ടുപിടിച്ചിട്ടെങ്കിലും ആൻസർ കണ്ടുപിടിക്കാനാണ്. കണ്ടു. 120/80 mmHg അതാണ് ഐഡിയൽ ബ്ലഡ് പ്രഷർ. ഇതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ, 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷർ. അപ്പൊ എന്താണ് ഓരോ ടേമും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇനി ഈ വ്യക്തി ഇയാളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണോ? ഓഫ്കോഴ്സ് മാറ്റണം. കാരണം അയാൾക്ക് ഹൈ ബി പി ആണ്. ലൈഫ് സ്റ്റൈൽ മാറ്റണം, എക്സസൈസ് ചെയ്യണം, ഫാറ്റും സോൾട്ടും ഒക്കെ അടങ്ങിയ ഭക്ഷണം കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തത്. Given below is the location of a valve of the heart between the left atrium and the left ventricle. Name the valve. Write the function of this valve. ഏതാണ് വാൽവ്? പറഞ്ഞേ. ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്ന വാൽവ് ഏതാണ്? വർക്കിംഗ് ഓഫ് ഹാർട്ട് നോക്കൂ, അവിടെ ഉണ്ടാവും. എന്തോ? പറഞ്ഞോളൂ, കണ്ടുപിടിച്ചാ പറഞ്ഞോളൂ. ഏതാണ് വാൽവ്? ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്ന വാൽവ് ഏതാണ്? ഏതാ? ആർക്ക് കഴിഞ്ഞിക? ഏതാണ് വാൽവ്? യെസ്, ഫൈൻ. ഹൃദയ്, അനന്തു, എല്ലാവരോടാണ് ചോദ്യം. ബൈകസ്പിഡ് വാൽവ്, അങ്ങനെ ഒരു വാൽവ് പഠിച്ചിട്ടുണ്ടാവും. യെസ് ഹൃദയ്, ബൈകസ്പിഡ് വാൽവ് ആണ്. എന്താണ് ഈ വാൽവിന്റെ ഒക്കെ ഫംഗ്ഷൻ? എല്ലാ വാൽവുകളും എന്താണ് ചെയ്യുന്നത്? പ്രിവെന്റിങ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ബ്ലഡ് പിന്നിലേക്ക് ഒഴുകാതിരിക്കാൻ
പ്രൊട്ടക്ഷൻ ആണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. ഏത് വാൽവിന്റെ ഫംഗ്ഷനും അങ്ങനെ തന്നെയാണ്. ഹാർട്ടിൽ കാണുന്ന എല്ലാ വാൽവിന്റെയും ഫംഗ്ഷൻ എന്താണ്? പിന്നിലേക്ക് ബ്ലഡ് ഒഴുകാതെ ഫ്രണ്ടിലേക്ക് തന്നെ പോകണം. അതാണ് എല്ലാ വാൽവിന്റെയും ഫംഗ്ഷൻ. ഡിസ്ക്രൈബ് എനി 2 ഹാർട്ട് ഡിസീസസ്. ഏതൊക്കെ ഹാർട്ട് ഡിസീസാണ് നമുക്ക് പഠിക്കാനുള്ള? ഹാർട്ട് അറ്റാക്ക് ഒരു ഡിസീസ് അല്ല, അതൊരു കണ്ടീഷൻ ആണ്. ഡിസീസ് അതല്ലാതെ തന്നെ ഉണ്ടല്ലോ 2 എണ്ണം. ഞാൻ പറഞ്ഞേ എന്തോ വെറുതെ ഓരോന്ന് പറയാലോ അവിടെ ഇരുന്നിട്ട്. ഏതാ പറഞ്ഞേ? ഹാർട്ട് ഡിസീസസ് ആണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രോഗമല്ല, അത് നമുക്ക് വളരെ പെട്ടെന്ന് വരുന്ന ഒരു കണ്ടീഷൻ ആണ്. അത് ഓപ്പറേഷനിലൂടെ ശരിയാവും ചെയ്യും. രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചധികം സമയം എടുത്ത് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിച്ച് ഏതാ സ്ട്രോക്ക്, അതും പിന്നെ അതല്ലാതെ ഉണ്ടല്ലോ ശരിക്കും. അതെന്ത് സാധനം? രണ്ടും ശരി തന്നെയാണ്. അതിറോസ്ക്ലെറോസിസ് ആൻഡ് കോറോണറി ത്രോംബോസിസ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഡിസീസുകൾ ചോദിക്കുമ്പോൾ പറയേണ്ടത് കേട്ടോ. ഹാർട്ട് ഡിസീസസ്. ഓക്കെ, ഈ സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതാ പറയുന്നത്. ഈ സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിസീസിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്നതാ. സ്ട്രോക്ക് പെട്ടെന്ന് വരുന്നത് ഡിസീസ് ആയിട്ടല്ല സ്ട്രോക്ക് വരുന്നത്. സ്ട്രോക്ക് വരുന്നത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ നടക്കാതെ വരുന്നു. അതിറോസ്ക്ലെറോസിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡിസീസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ 2 എണ്ണം തന്നെ എഴുതണം. സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും എഴുതിയിട്ട് കാര്യമില്ല, ബിക്കോസ് എക്സാക്ട് ആൻസർ ഓൾറെഡി സിലബസിൽ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ലിംഫ്. ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡ്? നമ്മുടെ സെൽസില് കാപ്പിലറീസിലൂടെ ബ്ലഡ് ഒഴുകുന്നു. ആ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് അതിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ട് ഊസ് ഔട്ട് ചെയ്ത് താഴെയുള്ള ടിഷ്യൂസിന്റെ ഇന്റർസെല്ലുലാർ സ്പേസസിൽ വന്ന് ഫിൽ ആവുന്നു. ദാറ്റ് ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഇനി ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫാറ്റിക് വെസൽസിലേക്ക് കയറി പോകുവാണെങ്കിൽ അത് ലിംഫായിട്ട് മാറുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതേതാണ് ഈ ടിഷ്യൂ? വേഗം കണ്ടുപിടിച്ചേ. ടെക്സ്റ്റിലുള്ള സെയിം ഡയഗ്രാം ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം ഡയഗ്രാം ആണ്. ഏതാണിത്? പറഞ്ഞോ, ആർക്ക് വേണമെങ്കിൽ പറയാം. ദിസ് ഈസ് ഫ്ലോയം ടിഷ്യൂ ആണ്. ഇതിനകത്ത് കാണുന്ന A and B ഏതാ? CV2-ഉം കമ്പാനിയൻ സെൽസും. ഫംഗ്ഷൻ എന്താ? ഇവര് ഫുഡിനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ബൈഡയറക്ഷണൽ കണ്ടക്ഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് CV ട്യൂബിന്റെ ആണെങ്കിലും കമ്പാനിയൻ സെൽ എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാം. അതാണ് അവരുടെ ഫംഗ്ഷൻ. അടുത്തത് എന്താണ് പെരിസ്റ്റാൾസിസ്? ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് വേവ് ലൈക്ക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു. പെരിസ്റ്റാൾസിസ് നമ്മുടെ ഈസോഫാഗസിൽ മാത്രമല്ല നടക്കുക, സ്റ്റൊമക്കിലും പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് തന്നെയാണ് നടക്കുക. ഇനി ഉവുല എന്താ ചെയ്യണേ? ഫംഗ്ഷൻ ഓഫ് ഉവുല എന്താ? ഉവുലയുടെ ഫംഗ്ഷൻ എന്താ? ടെക്സ്റ്റിൽ ഉണ്ടല്ലോ, വേഗം കണ്ടുപിടിക്കൂ. അതേപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ്. ഉവുല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൂക്കിലേക്ക് കയറി പോകാൻ പാടില്ല അല്ലെ? ഇപ്പൊ നേസൽ ക്യാവിറ്റിനെ അടയ്ക്കുന്നത്, നേസൽ ക്യാവിറ്റി ക്ലോസ് ചെയ്യുന്നതാണ് ഉവുലയുടെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ട്രക്കിയിലേക്ക് നമ്മൾ ശ്വാസം എടുക്കുന്ന പാത്വേ ആണ് ട്രക്കിയ, അതിലേക്ക് കടന്നു പോകാൻ പാടില്ല. സോ അതിനെ ക്ലോസ് ചെയ്യുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ആരെന്നെ ക്ലോസ് ചെയ്യണ? ട്രക്കിയേനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, കിട്ടി അഭിനവേ? യെസ്. അപ്പൊ ഇത് രണ്ടും പഠിക്കണം. ഇത് രണ്ടും മാത്രല്ല, അവിടെ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിച്ചിട്ട് പോകാം. ഇനി വില്ലസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? വില്ലസ് എവിടെയാണ് വില്ലസ് കാണുന്നത്? അതൊക്കെ വില്ലസിൽ കാണുന്ന ഭാഗങ്ങളാണ്. പ്രോപ്പർ വില്ലസ് എവിടെയാ പ്രസന്റ് ആയിരിക്കണേ നമ്മുടെ ബോഡിയില്? തനുഷ്, എവിടെയാണ് വില്ലസ് കാണുന്നത്? ഹാർട്ടിലാണോ, ലിവറിലാണോ, കിഡ്നിയിലാണോ, ഇൻഡസ്റ്റൈനിലാണോ? അനന്തു
എവിടെയാണ് ഈ പറയുന്ന വില്ലസ് ഒക്കെ കാണുന്നത്? നമ്മുടെ തോളിന്റെ സ്റ്റൈൽ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് കാണുന്നത്. ചെറുകുടൽ അല്ലേ? സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലസ്. പിന്നെ അതിനൊരു സിംഗിൾ ആയിട്ട് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, ലാക്ടിയൽസ് ഉണ്ട്. അതൊക്കെ അതിന്റെ സ്ട്രക്ചറിൽ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി ഡൈജഷൻ ആണ്. ഹൈഡ്രയുടെയും അമീബയുടെയും ഡൈജഷൻ രണ്ടും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അമീബയാണെങ്കിൽ അവര് സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ് ഫുഡ് കളക്ട് ചെയ്യുന്നത്. ഹൈഡ്ര ആണെങ്കിൽ ടെന്റക്കിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഫുഡ് കളക്ട് ചെയ്യുന്നത്. അമീബ എൻഗൾഫ് ചെയ്യാണ് ഫുഡിനെ സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട്. ഹൈഡ്ര ആണെങ്കിൽ ടെന്റക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഫുഡിനെ കളക്ട് ചെയ്ത് ആ ഫുഡിനെ പാരലൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് അകത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, ഇൻ അമീബ എൻസൈമുകൾ ഉണ്ട് ഫുഡ് വാക്യൂളില്. ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമുകൾ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹൈഡ്രയിലാണെങ്കിൽ ഇൻട്രാ സെല്ലുലാറും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്. കാരണം ഹൈഡ്ര പുറത്ത് വെച്ചാണ് ആ ഫുഡിനെ ഇങ്ങനെ പിടിച്ച് ക്യാപ്ചർ ചെയ്ത് അതിനെ പാരലൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് അകത്തേക്ക് എടുക്കുന്നത്. അപ്പൊ പുറത്ത് വെച്ചും അകത്ത് വെച്ചും ഡൈജഷൻ നടക്കുന്നുണ്ട് ഹൈഡ്രയുടെ കേസിൽ. അമീബയിൽ അങ്ങനെയല്ല, അകത്ത് വെച്ച് മാത്രമേ ഡൈജഷൻ നടക്കുന്നുള്ളൂ. ലിംഫ് എന്താണെന്ന് പറഞ്ഞു. ലിംഫിന്റെ റോൾ എന്താ? ലിംഫ് ഏതൊക്കെ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണേ? അത് പറഞ്ഞേ. ലിംഫ് ആരേനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? സിമ്പിൾ കമ്പോണൻസ് formed as result of fat digestion and fat soluble vitamins are transported through the lymph. Yes, ഫാറ്റി മോളിക്യൂൾസിനെയാണ് ലിംഫ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ് കാണിക്കുന്നത്. ലിംഫാറ്റിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതല്ലാതെ നമ്മുടെ ബ്ലഡിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. ബ്ലഡിലൂടെയാണ് നമ്മുടെ സ്റ്റാർച്ച്, കാപ്പിലറീസ്, ആർട്ടറീസ്, വെയിൻസ്, അതിലൂടെയൊക്കെ സ്റ്റാർച്ചും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫാറ്റി മോളിക്യൂൾസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ്. പിന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പാർട്സ്, ലിംഫ് ഉണ്ട്, ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്. ഇതൊക്കെ ലിംഫാറ്റിക് സിസ്റ്റത്തിലെ ഭാഗങ്ങളാണ്. എന്താ എന്തോ ലിംഫ് നോഡ്സ്. ലിംബല്ല, ലിംഫാണ് കേട്ടോ. നോഡ് അതൊക്കെ അതിനകത്തുള്ള ഭാഗങ്ങളാണ്, ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇനി ഇതേതാണ് ഈ പറഞ്ഞ ഫ്ലോ ചാർട്ട്? ഒന്ന് വേഗം കംപ്ലീറ്റ് ചെയ്തേ. ഇത് കമന്റ് ചെയ്താൽ മതി, പറയണ്ട നിങ്ങൾ. അപ്പൊ എല്ലാവർക്കും കമന്റ് ചെയ്യാലോ. നീ കമന്റ് ചെയ്തോ. എ ആൻഡ് ബി ഏതാണെന്ന് കണ്ടുപിടിച്ചേ വേഗം. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എ ആൻഡ് ബി ഏതാണ്? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് നോക്കി എഴുതിയാ മതി. കമന്റ് ചെയ്താ മതി. എല്ലാവരുടെയും കമന്റ് വേണം കേട്ടോ, വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആൻസർ കണ്ടുപിടിച്ച് കമന്റ് ചെയ്തോ. ആർക്കും കിട്ടിയിട്ടില്ല? എന്നാ കമന്റ് ചെയ്തോ, സമയം കളയണ്ട. കിട്ടിയില്ലേ അനന്തു? യെസ് അഫാൻ, വെരി ഗുഡ്. ബാക്കിയുള്ളവര് വേഗം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ, സമയം കഴിഞ്ഞു നമ്മുടെ. വേഗം. ഇത് പോർട്ടൽ സർക്കുലേഷൻ ആണ്. എന്താണ് പോർട്ടൽ സർക്കുലേഷന്റെ പ്രത്യേകത? ഹാർട്ടിലേക്ക് റീച്ച് ചെയ്യാതെ ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് നമുക്ക് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഹാർട്ടിൽ എത്തണം. ഹാർട്ടിൽ എത്തിയിട്ടേ മറ്റൊരു ഓർഗനിലേക്ക് പോകാൻ പറ്റാറുള്ളൂ സാധാരണഗതിയിൽ. പക്ഷെ ഇത് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സർക്കുലേഷൻ ആണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹാർട്ടിലേക്ക് റീച്ച് ചെയ്യാതെ തന്നെ ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. സോ ഇതേതൊക്കെയാണ്?
പോർട്ടൽ വെയിൻ ആൻഡ് ഹെപ്പാറ്റിക് വെയിൻ. ഹെപ്പാറ്റിക്. ഓക്കെ, സോ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുണ്ട്, അത് പഠിച്ചിട്ട് എക്സാമിന് പോവാം. ഓക്കെ, സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ മാരത്തൺ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. അതിനിടയിൽ ചിലപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ്, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാം കേട്ടോ. താങ്ക് യു. Thank you. Bye. Okay, bye.